വിശ്വവിദ്യാപീഠം IQA സ്റ്റേറ്റ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് സീസൺ 2 co-powered by KSFE-ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. None other than GHSS പെരിങ്ങോളം കോഴിക്കോട്. Team B Catholic HSS പത്തനംതിട്ട. Team C St. John's School അഞ്ചൽ കൊല്ലം. Team D Bhavans Girinagar from Ernakulam. അപ്പോൾ നമ്മുടെ 4 teams are ready here. What is your good name? എൻ്റെ പേര് സൂര്യദേവ് DH. ഞാൻ GHSS പെരിങ്ങോളം സ്കൂളിൽ നിന്ന് വരുന്നു. +1 വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് ഹിരൺ. ഞാൻ GHSS പെരിങ്ങോളത്ത് 9th സ്റ്റാൻഡേർഡിൽ പഠിക്കും. നെക്സ്റ്റ് ടീം ബി. എൻ്റെ പേര് ഗോവർദ്ധൻ എന്നാണ്. കാതോലിക്കറ്റ് HSS പത്തനംതിട്ട. എൻ്റെ പേര് ദേവിക. ഞാനും കാതോലിക്കറ്റ് HSS തന്നെ പഠിക്കും. ടീം സി. എൻ്റെ പേര് ഗൗതം ഹരി. ഞാൻ അഞ്ചൽ സെന്റ് ജോൺ സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് അനിരുദ്ധാർ. ഞാൻ സെന്റ് ജോൺസ് സ്കൂൾ അഞ്ചലിലെ +1 വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് നകുൽ AR. വൻസിദ്യാമന്ദർ ഗിരിനഗറിൽ പഠിക്കുന്ന 12ാം ക്ലാസ് വിദ്യാർത്ഥി. എൻ്റെ പേര് കിരൺ തോമസ് ടൈസൺ. ഞാൻ 11th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ്. കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ക്വിസ് സംഘാടകരായ ക്യൂ ഫാക്ടറിയുടെ സ്ഥാപകൻ സ്നേഹത് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് ഇൻവൈറ്റ് അവർ ക്വിസ് മാൻ സ്നേഹത് സാർ. So let's rock on guys, you ready? So here comes the first round, aura farming. സംസ്ഥാന സ്കൂൾ ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത വിശ്വവിദ്യാപീഠവും അമൃത ടീയും സംയുക്തമായി ഒരുക്കുന്ന IQAയുടെ 2ാമത്തെ സീസണാണ് ഇവിടെ നടക്കുന്നത്. ക്വിസിംഗ് എന്ന കളിയിൽ ഔദ്യോഗിക ചാമ്പ്യന്മാരെ തെരഞ്ഞെടുക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി മാറുന്നു കേരളം. കേരളത്തിന്റെ മാതൃക പിന്തുടർന്ന് മറ്റു സംസ്ഥാനങ്ങളിലും IQAയുടെ ജില്ലാ ചാപ്റ്ററുകളും സംസ്ഥാന ചാപ്റ്ററുകളും പിന്നീട് ദേശീയ ചാപ്റ്ററുകളും രൂപീകരിച്ച് നാഷണൽ ചാമ്പ്യൻസ് എന്ന കൺസെപ്റ്റ് ചെസ്സിൽ ഫിഡെ എന്താണോ ചെയ്തത് അതേപോലെ തന്നെ ക്വിസിംഗിലും ഒരു വിപ്ലവകരമായ മാറ്റത്തിന് IQA തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം തുടക്കം കുറിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ വെച്ചാണ് എന്നാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഓര ഫാമിംഗ് എന്ന 1ാമത്തെ റൗണ്ടിലെ റൂൾസ് ഇപ്രകാരമാണ്. ഡയറക്റ്റ് ചോദ്യങ്ങൾക്ക് 100 പോയിന്റും പാസ് ചെയ്ത ചോദ്യങ്ങൾക്കും 100 പോയിന്റ്. പാസ് ചെയ്ത ചോദ്യങ്ങൾക്ക് തെറ്റുത്തരമാണെങ്കിൽ മൈനസ് മാർക്ക് ഇല്ല. പക്ഷേ 1ാമത്തെ ടീമിനോട് ഒരു ചോദ്യം വരും. മറ്റു 3 ടീമുകൾക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത ഉത്തരങ്ങൾ ശരി ഉത്തരമാണെങ്കിൽ 100 പോയിന്റ്, തെറ്റാണെങ്കിൽ -50. നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. സോ ഓറ ഫാമിംഗ് റൗണ്ട് 1 ക്വസ്റ്റ്യൻ നമ്പർ 1. ദലൈലാമ കേരളം സന്ദർശിച്ച കഥയാണ് നാം പറയുന്നത്. ദലൈലാമ 1965 കേരളം സന്ദർശിച്ചിരുന്നു. കേരളത്തിൽ ഒരു സ്ഥലത്ത് എക്സിബിഷൻ ഓൺ ടിബറ്റ് എന്ന് പറഞ്ഞ് ആ എക്സിബിഷൻ സംഘടിപ്പിച്ചിരുന്നു. ടിബറ്റൻ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ഫ്രണ്ട്സ് ഓഫ് ടിബറ്റ് എന്ന സംഘടനയാണ് മുൻപ് ഇത് ചെയ്തത്. എൻ്റെ ചോദ്യം ഇതാണ്: കേരളത്തിൽ ഒരു പ്രത്യേക സ്ഥലത്താണ് ഇദ്ദേഹം സന്ദർശിച്ചത്. കേരളത്തിലെ ഏത് പ്രദേശത്താണ് ദലൈലാമ 1965 സന്ദർശനം നടത്തിയത്? ബുദ്ധമതവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ അറിയപ്പെടുന്ന ഈ പ്രദേശം ഏതാണ്? ചോദ്യം ടീം എയോടാണ്. ഇതൊരു സ്മാരകമാണ്. ഈ സ്മാരകത്തിന്റെ പേര് അല്ലെങ്കിൽ സ്ഥലം ആണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ടീം എ കോഴിക്കോട് ടീം ഹിരൺ ആൻഡ് സൂര്യദേവ്, GHSS പെരിങ്ങളം. ടീം ബി, ടീം സി, ടീം ഡി ആരും ബസറിയുന്നില്ല. അത് എവിടെ? അതൊരു പ്രത്യേക സ്മാരകമാണ്. സ്മാരകത്തിന്റെ പേര്, ആ സ്മാരകത്തിന്റെ പേര് അത് നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് തന്നെയാണ്. എക്സാക്ട് പ്ലേസ്. സ്മാരകത്തിന്റെ പേര് പറഞ്ഞാൽ മതി. എക്സാക്ട്ലി അതാണ്. ടീം ഡി ആണ് ബസർ ചെയ്തിരിക്കുന്നത്. പ്ലീസ് എൻ്റർ യുവർ ആൻസേഴ്സ്. ടീം ബി, ടീം സി, നിങ്ങളുടെ അവസരം ഇപ്പോഴും ഓപ്പൺ ആണ്. ടീം എ അത് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവസരം ലഭിക്കുകയില്ല. നിങ്ങൾ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബസർ ചെയ്യണം. യെസ്, ടീം സി ഓൾസോ എൻ്ററിങ്. പ്ലീസ് എൻ്റർ യുവർ ആൻസർ. പ്ലീസ് സബ്മിറ്റ് ആൻസേഴ്സ്. ടീം ബി നിങ്ങളും എൻ്റർ ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റർ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ടീം ബി, സി, ഡി നിങ്ങളെല്ലാം ഉത്തരങ്ങൾ സബ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. സോ വിൽ ഗോ ടു ദ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ടീം എ എന്താണ് ഉത്തരം? ഗണപതിവട്ടം. ഗണപതിവട്ടം, അതായത് സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര്, അതാണ് ഗണപതിവട്ടം. സുൽത്താൻ ബത്തേരി ആണെന്നാണ് നിങ്ങൾ പറയുന്നത്, ആണോ? അല്ല, തെറ്റാണ്. നിങ്ങൾക്ക് -1 ലഭിക്കുന്നില്ല. ടീം ബി, സി, ഡി നിങ്ങൾ 3 ടീമുകൾ ഉത്തരം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ടീം ബി എൻ്റർ ചെയ്ത ഉത്തരം കരുമാടി എന്നാണ്.
ടീം സി എൻ്റർ ചെയ്ത ഉത്തരം കുട്ടനാട് എന്നാണ്. ടീം ഡി എൻ്റർ ചെയ്ത ഉത്തരം കരിമാടിക്കുട്ടി എന്നാണ്. നമുക്ക് ഇതിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. കരുമാടിക്കുട്ടൻ എന്ന പേരിലാണ്. ഇതേ പേരിൽ തന്നെ മലയാളത്തിൽ സിനിമ വന്നിട്ടുണ്ട്. പക്ഷേ ടീം ബിയുടെ ഉത്തരവും ടീം ഡിയുടെ ഉത്തരവും നമ്മൾ പാർഷ്യൽ ആൻസർ ആയിട്ട് കണക്കാക്കുന്നു. സോ 50 പോയിന്റ്സ്, 50 പോയിന്റുകൾ ലഭിക്കുന്നു ടീം ബിക്ക്, 50 പോയിന്റുകൾ ലഭിക്കുന്നു ടീം ഡി. ഗുഡ് സ്റ്റാർട്ട്. രണ്ടാമത്തെ ചോദ്യം വീണ്ടും വരുന്നത് ഈ 50 പോയിന്റ് ലഭിച്ച ടീം ഡി ആയതുകൊണ്ട് അടുത്ത ചോദ്യം വീണ്ടും വരുന്നത് ടീം എ നിങ്ങൾക്ക് തന്നെയാണ്, കോഴിക്കോട് ടീമിനാണ്. ഫിലോസഫി ഓഫ് ദി ബോംബ്, ദി മാനിഫെസ്റ്റോ ഓഫ് ദി HSRA എന്നാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. ഭഗവതി ചരൺ വോറ രചിച്ച ഒരു പാംഫ്ലെറ്റ് ആണ് ഫിലോസഫി ഓഫ് ദി ബോംബ്. ഇദ്ദേഹം ഈ ഫിലോസഫി ഓഫ് ദി ബോംബ് എന്ന് എഴുതാൻ കാരണം 1930കളിൽ മറ്റൊരു വ്യക്തി എഴുതിയ ദി കൾട്ട് ഓഫ് ദി ബോംബ് എന്ന ആർട്ടിക്കിളിനെതിരായിട്ടാണ്. എന്റെ ചോദ്യം ഇതാണ്, 1930 ദ കൾട്ട് ഓഫ് ദി ബോംബ് എന്ന ആർട്ടിക്കിൾ എഴുതിയ ആ വ്യക്തി ആര് എന്നാണ് ചോദ്യം. ഉത്തരം പറയേണ്ടത് ടീം എ ആണ്. കൾട്ട് ഓഫ് ദി ബോംബ് 1930 എഴുതാൻ കാരണം 1929 വൈസ്രോയി ലോർഡ് ഇർവിനെതിരായ ബോംബ് അറ്റാക്കാണ്. ആരാണ് 1930 ദി കൾട്ട് ഓഫ് ദി ബോംബ് എന്ന ആർട്ടിക്കിൾ രചിച്ചത് എന്നാണ് ചോദ്യം. ഡയറക്ട് ടു ടീം എ, ടീം ബി, ടീം സി, ടീം ഡി. നിങ്ങൾ ഉത്തരം എൻ്റർ ചെയ്യുന്നുണ്ടോ, പൗൺസ് ചെയ്യുന്നുണ്ടോ? നോൺ ബഡി പൗൺസിംഗ്. സോ ടീം എ കോഴിക്കോട് ടീം, ഹിരൺ ആൻഡ് സൂര്യദേവ്. സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ്, കൾട്ട് ഓഫ് ദി ബോംബ്. നല്ല ഉത്തരമായിരുന്നു, പക്ഷെ അതല്ല. ടീം ബി ഗോവർദ്ധനും ദേവികയ്ക്കും എന്താണ് പറയാനുള്ളത് നോക്കാം. ആരാണ് കൾട്ട് ഓഫ് ദി ബോംബ് രചിച്ചത്? മഹാത്മാഗാന്ധി. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതുകൊണ്ടാണോ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞത്? അല്ല, മഹാത്മാഗാന്ധി ബോംബാക്രമണക്കും ഹിംസയ്ക്കും ഒക്കെ എതിരായിട്ട് ഒരുപാട് പ്രവർത്തിച്ച ആളാണ്. ഭഗത് സിംഗിന്റെ ബോംബാക്രമണത്തിനൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എഴുതിയ ആളാണ്. ഗുഡ് തിങ്കിങ്. മഹാത്മാഗാന്ധി ബോംബാക്രമണത്തിനെതിരെ സ്വാഭാവികമായിട്ടും എഴുതുന്ന ആളാണ്. 1929 ലോർഡ് ഇർവിനെതിരെ റെയിൽവേ സ്റ്റേഷനിൽ ബോംബാക്രമണം നടന്നപ്പോൾ അതിനെതിരെ എഴുതിയ വ്യക്തിയാണ് മഹാത്മാഗാന്ധി, അല്ലെ? ദി കൾട്ട് ഓഫ് ദി ബോംബ് രചിച്ചത് മഹാത്മാഗാന്ധി എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഉത്തരം പക്ഷേ ശരിയാണ്. അബ്സല്യൂട്ട്ലി റൈറ്റ്. 100 പോയിന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു ടീം സി. ഇത്തവണ നിങ്ങൾ കണ്ടെത്തേണ്ടത് ഒരു വെഡിങ് ഫോട്ടോ ആണ്. ആരുടെ കല്യാണമാണ് നടക്കുന്നത് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ചിത്രത്തിൽ കാണുന്ന വധുവിന്റെ മറ്റൊരു ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാം. ഈ വധുവാണ് കൊച്ചി ഷിപ്പ്യാർഡിലെ ആദ്യത്തെ കപ്പലായ റാണി പത്മിനി നീറ്റിലിറക്കിയത്. അതാണ് അതിന്റെ ക്ലൂ. എന്റെ ചോദ്യം, ആരുടെ വെഡിങ് ആണ് അവിടെ നടക്കുന്നത്? ഹസ്ബൻഡിനെയോ വൈഫിനെയോ ഏതെങ്കിലും ഒരാളെ കണ്ടെത്തിയാലും മതി. ഹു ഈസ് ഗെറ്റിംഗ് മാരീഡ് ഇൻ 1950s? റാണി പത്മിനി ഒരു ക്ലൂ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടു ടീം സി. ആരാണിവർ? ആരെങ്കിലും പൗൺസ് ചെയ്യുന്നുണ്ടോ? ടീം ഡി, എ, ബി, ടീം സി. വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മയും പത്നിയുമാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. നല്ല ഉത്തരമായിരുന്നു, പക്ഷേ അതല്ല. പാസിംഗ് ടു ടീം ഡി. പറയൂ. പാസ്. പാസിംഗ് ടു ടീം എ. പാസ്. പാസ്. പാസിംഗ് ടു ടീം ബി. റാണി പത്മിനി ആയിരുന്നു ഞാൻ തന്ന ക്ലൂ. റാണി പത്മിനി ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. ഒരു എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന വ്യക്തി ആരാണ്? ഇപ്പൊ ഓടിയെത്തി അല്ലേ? ഈ ശ്രീധരൻ തന്നെയാണത്. ഈ ശ്രീധരൻ ഈസ് ഗെറ്റിംഗ് മാരീഡ്. ഈ ശ്രീധരന്റെയും വരെ രാധയുടെയും ചിത്രമാണ് നിങ്ങൾ കണ്ടത്. നാലാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. പെർഫെക്റ്റ് വാൻ മെല്ലി എന്ന് പറഞ്ഞ കമ്പനി ഇറക്കുന്ന ഒരു ബ്രാൻഡാണ് എനിക്ക് വേണ്ടത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടു ടീം എ. പൗൺസ് ചെയ്തിരിക്കുന്നത് ടീം ഡി ആണ്. ടീം ഡി നിങ്ങൾക്ക് ഉത്തരം എൻ്റർ ചെയ്യാം. ടീം ഡി നിങ്ങൾ ഉത്തരം എൻ്റർ ചെയ്തെന്ന് വിചാരിക്കുന്നു. സബ്മിറ്റ് യുവർ ആൻസേഴ്സ്. ഡൺ. ടീം ബി, സി നിങ്ങൾ എൻ്റർ ചെയ്യുന്നില്ല. ഓൾ റൈറ്റ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടു ടീം എ. പെർഫെക്റ്റ് വാൻ മെല്ലിയുടെ ഏത് ബ്രാൻഡാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്? ടോബ്ലറോൺ. എന്തുകൊണ്ട് ടോബ്ലറോൺ? ആ മൗണ്ടൻ റേഞ്ച് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഏത് മൗണ്ടൻ റേഞ്ച് ആണത്? ഏത് പീക്കാണ്? അത് മാറ്ററോൺ എന്ന് പറഞ്ഞ മൗണ്ടൻ റേഞ്ച് ആണ്. ഇതിന്റെ ഷേപ്പിലാണ് ടോബ്ലറോൺ ചോക്ലേറ്റ്, അല്ലെ? ടോബ്ലറോൺ തെറ്റുത്തരമാണ്. പാസിംഗ് ടു ടീം ബി. മറ്റൊരു ബ്രാൻഡ്, ഫ്രം ആൽപ്സ് വിത്ത് ലവ്. ഒരു ബ്രാൻഡ് അവർ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡ് പറയാം. പാസ്. പാസിംഗ് ടു ടീം സി. മൗണ്ടൻ ഡ്യൂ. മൗണ്ടൻ ഡ്യൂ നല്ല ഉത്തരമായിരുന്നു, പക്ഷെ മൗണ്ടൻ ഡ്യൂ അല്ല. ടീം ഡി നിങ്ങൾ ഉത്തരം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ടീം ഡി എൻ്റർ ചെയ്ത ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. ടീം ഡി എൻ്റർ ചെയ്ത ഉത്തരവും ടോബ്ലറോൺ എന്നാണ്, അല്ലെ? മാറ്ററോൺ മൗണ്ടൻ റേഞ്ച് കണ്ടാൽ എല്ലാവരും പറയേണ്ടത് ടോബ്ലറോൺ തന്നെയാണ്. പക്ഷെ ഞാൻ അതിന്റെ കൂടെ ഒരു ക്ലൂ വെച്ചിരുന്നു. നിങ്ങൾ ആ ക്ലൂ ശ്രദ്ധിച്ചിട്ടില്ല. ഫ്രം ആൽപ്സ് വിത്ത് ലവ് എന്ന് പറഞ്ഞാൽ ആൽപെൻ ലീബെ എന്നാണ് അർത്ഥം. ആൽപെൻ ലീബെ എന്ന വാക്കിന്റെ അർത്ഥമാണ് ഫ്രം ആൽപ്സ് വിത്ത് ലവ്. തെറ്റുത്തരമായിരുന്നു അത്. ടീം ഡി എറണാകുളം ഭവൻസ് ഗിരിനഗർ ടീമിന് 50 പോയിന്റുകൾ നഷ്ടപ്പെടുന്നു. So it's round 2. Clock it. Round 2, clock it.
ക്ലോക്ക് ഇറ്റ് റൗണ്ട് ഒരു ക്യുക്ക് റൗണ്ട് ആണ്. ഓൺ ദി ബസേഴ്സ് 4 ചോദ്യങ്ങൾ 4 ഉത്തരങ്ങൾ. ആദ്യം ബസർ ചെയ്യുന്ന ടീമിനാണ് ഉത്തരം പറയാനുള്ള അവസരം. ശ്രദ്ധിക്കുക, -50 ഫോർ എ ഡിലേഡ് ആൻസർ, മൾട്ടിപ്പിൾ ആൻസർ, എക്സ്പ്ലനേറ്ററി ആൻസേഴ്സ് ആൻഡ് ഓഫ് കോഴ്സ് ഫോർ ദ റോങ് ആൻസേഴ്സ്. ബസർ പ്രസ് ചെയ്ത് ഉടനെ ആൻസർ പറയുക. ഫിംഗേഴ്സ് ഓൺ ബസേഴ്സ്. പല ക്ലൂ ഉണ്ടാവും. ചിലപ്പം നിങ്ങൾ കണ്ട ഉടനെ ബസർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു പക്ഷേ എന്താണ് ചോദ്യം എന്ന് അറിഞ്ഞ് ചെയ്യുന്നതായിരിക്കും. കാരണം ചെറിയ ചെറിയ ട്രാപ്പുകളും ഉണ്ടാവാം. റൗണ്ട് 2, ക്വസ്റ്റ്യൻ നമ്പർ 1. നാഷണൽ മെട്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും ചിത്രത്തിൽ കാണുന്ന ഈ സ്ഥാപനത്തിന്റെ ഫോട്ടോ, അതിന്റെ ഓഫീസിന്റെ ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. അതിന്റെ ലോഗോ ആണ് വലതുവശത്ത് കാണുന്നത്. ഇവർ ചേർന്നാണ് ഇത് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന ഈ സ്ഥാപനത്തിനാണ് ഇത് ഇന്ത്യയിൽ നിർമ്മിച്ച് വിതരണം ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളത്. എന്താണ് ഇത് എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഇത് ബസർ റൗണ്ടാണ്. ആദ്യമായി ബസർ ചെയ്തിരിക്കുന്നത് ടീം എ, ഹിരണും സൂര്യദേവുമാണ്, പെരിങ്ങളം GHSS കോഴിക്കോട്. എന്താണ് ഉത്തരം? എലക്ഷൻ ഇങ്ക്. എലക്ഷൻ ഇങ്കോ? എന്താ എലക്ഷൻ ഇങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? എലക്ഷന് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മളെ വിരലിൽ തേക്കുന്ന ഇങ്ക്. ഇൻഡെലിബിൾ ഇങ്ക്, അതായത് മായ്ക്കാൻ പറ്റാത്ത ഇങ്ക്, ഫ്രോഡ് തടയാനുള്ള. സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഫോസ്ഫോറിക് ഇങ്ക് എന്നും പറയുന്നു. അത് നിർമ്മിക്കുന്ന ഒരേ ഒരു കമ്പനി ഇതാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഇതേതാണ് ഈ കമ്പനി? മൈസൂർ വാർണിഷ് ആൻഡ് പെയിന്റ്സ്. മൈസൂർ പെയിന്റ്സ് ആൻഡ് വാർണിഷസ്. റൈറ്റ് ആൻസർ. ദേ നോ ഇറ്റ് വെൽ. എലക്ഷൻ ഇങ്ക് ഓർ ഇൻഡെലിബിൾ ഇങ്ക്. വെൽ ഡൺ. 100 points ടു ടീം എ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു നമ്മൾ. 4 വേർഷൻസ് ഉണ്ടായിരുന്നു ഇതിന്റെ. മൊബൈലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീമിംഗ് ഫേസ് കണ്ടിട്ടുണ്ടോ? സ്ക്രീമിംഗ് ഫേസ് ഇമോജി കണ്ടിട്ടുണ്ടോ? ഇതിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ലോകപ്രശസ്തമായ ഒരു പെയിന്റിംഗ് ആണ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. എന്താണ് ഈ പെയിന്റിംഗിന്റെ പേര്? ഓൺ ദി ബസർ, ദാറ്റ് ഈസ് ഭവൻസ് ഗിരിനഗർ, നകുൽ ആൻഡ് കിരൺ. വാട്ട് ഈസ് ഇറ്റ്? ദ സ്ക്രീം. ദ സ്ക്രീം എന്ന പെയിന്റിംഗ്. എഡ്വാർഡ് മുങ്കിന്റെ ദ സ്ക്രീം എന്ന പെയിന്റിംഗ്. റൈറ്റ് ആൻസർ. ആബ്സല്യൂട്ട്ലി റൈറ്റ്. ദാറ്റ് ഈസ് +100. ഇതിൽ ശരിക്കും സ്ക്രീം എന്ന പെയിന്റിംഗ് ഉണ്ടെങ്കിലും അദ്ദേഹം സ്ക്രീം ചെയ്യല്ല, അദ്ദേഹം ചെവി പൊത്തുകയാണ്. അങ്ങനെയാണ് ആ സെൻട്രൽ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത് പ്രകൃതിയാണ് സ്ക്രീം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഈ സ്ക്രീമിന്റെ തീം എന്തായിരുന്നു എന്നറിയോ? നോയ്സ് പൊല്യൂഷൻ അല്ല, ഇത് ബേസിക്കലി ആ വോൾക്കാനിക് ഇറപ്ഷൻ ആണ്. മൗണ്ട് ക്രാക്കറ്റോവയുടെ ആ ശബ്ദമാണ്. അത് കേട്ട് സഹിക്കാൻ പറ്റാതെ ചെവി പൊത്തുന്നു എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. ഫസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് ഫസ്റ്റ് ഇൻ കേരള. കേരളത്തിൽ ആദ്യത്തെ സ്ത്രീകളുടെ മാസിക 1930 പുറത്തിറങ്ങിയ ശ്രീമതി ആണെന്നാണ് പറയപ്പെടുന്നത്. ഇത് ആരംഭിച്ച വനിതയാണ് ചിത്രത്തിൽ കാണുന്നത്. എന്നാൽ ഇവർ കേരളത്തിൽ മാത്രമല്ല ഇവരുടെ പ്രശസ്തി, ഇന്ത്യയിൽ ആദ്യത്തേത് ഫസ്റ്റ് ഇൻ ഇന്ത്യ എന്ന പേരിലും പ്രശസ്തിയുള്ള വനിതയാണ് ഇവർ. ഓൺ ദി ബസർ, ടീം എ, വാട്ട് ഫസ്റ്റ് ഇൻ ഇന്ത്യ? ഹൂ ഇസ് ദ ലേഡി? മേരി പുന്നൻ ലൂക്കോസ്. മേരി പുന്നൻ ലൂക്കോസ്. ഫസ്റ്റ് ഇൻ ഇന്ത്യ. എന്താണ് നേട്ടം? വിമൻ സർജൻ. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർജനായ മേരി പുന്നൻ ലൂക്കോസ് അല്ല ഇത്. പക്ഷെ നല്ല ഉത്തരമായിരുന്നു. ഗുഡ് തിങ്കിങ്. ഇവർ അന്നത്തെ കാലത്ത് 1920കളിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകണം എന്നാവശ്യപ്പെട്ട ഫെമിനിസ്റ്റ് ആണ്. ഫെമിനിസത്തിന്റെ ഒക്കെ എത്രയോ കാലം മുന്നേ, അതായത് ഇന്ന് സജീവമായ ഫെമിനിസത്തിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 1920കളിൽ തന്നെ TK വേലുപ്പിള്ളിയോട് ഇവർ ആർഗ്യൂ ചെയ്തിരുന്നു ഗവൺമെന്റിൽ വനിതകൾക്ക് സംവരണം വേണം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇവർ ഒരു ഡോക്ടർ ആയിരുന്നില്ല, പക്ഷേ ഇവർ ഒരു വക്കീലായിരുന്നു. അതാണ് അതിന്റെ ക്ലൂ. ഇവർ വക്കീൽ മാത്രമല്ല, ഇവർ ജഡ്ജായിരുന്നു. 1948 ജില്ലാ ജഡ്ജായി ഇവർ. 1959 1959 ഇവർ കേരള ഹൈക്കോടതി ജഡ്ജായതിലൂടെ ഇന്ത്യയിൽ തന്നെ ഹൈക്കോടതി ജഡ്ജിയാവുന്ന ആദ്യത്തെ വനിത, ഫസ്റ്റ് ലേഡി ജഡ്ജ് ഇൻ ഇന്ത്യ എന്ന പദവി ലഭിച്ചത് ഇവർക്കാണ്. ആരാണ് ഇവർ? ജസ്റ്റിസ് ഫാത്തിമ ബീവി. ജസ്റ്റിസ് ഫാത്തിമ ബീവി തെറ്റുത്തരമാണ്. അത് ആദ്യത്തെ സുപ്രീം കോടതി ജസ്റ്റിസ് ആണ്. ഞാൻ പറയുന്നത് ഹൈക്കോടതിയാണ്. ദാറ്റ് ഈസ് -50 to team B, and we have a buzzer from team C. ആരാണിവർ? ജസ്റ്റിസ് അന്ന ചാണ്ടി. Anna Chandi is the right answer. First woman judge in India. India's first female high court judge. This is Anna Chandi. Well played. 100 to team C this time. And moving to the last question in this round, question number 8. Tongues of fire from Pentecost എന്ന് പറയും ക്രിസ്ത്യാനിറ്റിയിൽ. ടങ്സ് ഓഫ് ഫയർ എന്ന കൺസെപ്റ്റ് ഉണ്ട്. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഹെഡ് ഗിയർ ആണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. ബിഷപ്പുമാരും കർദിനാൽമാരും ഒക്കെ അണിയുന്ന ഈ ഹെഡ് ഗിയറിന്റെ പേരിൽ നിന്നും പേര് ലഭിച്ച ഒരു ബോഡി പാർട്ട് ഉണ്ട്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് ഇതേ പേരിലുള്ള ഒരു ബോഡി പാർട്ട് കാണാൻ സാധിക്കുക? ഹെഡ് ബാൻഡ്, ടർബൻ എന്നൊക്കെയാണ് ഈ പേരിന്റെ അർത്ഥം. ഇതിനെ വിളിക്കുന്ന പേര് ഞാൻ പറയാം. ഇതിനെ വിളിക്കുന്ന പേര് മൈറ്റർ എന്നാണ്. MITRE. മൈറ്റർ എന്ന പേരിലുള്ള ഒരു ബോഡി പാർട്ട് നമ്മുടെ ശരീരത്തിന്റെ ഏത് അവയവത്തിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക? അവസാനത്തെ ക്ലൂ, മൈട്രൽ വാൾവ്. Where can you find mitral valve? So valves basically regulate something. Yes, on the buzzer, ഭവൻസ് ഗിരിനഗർ. എവിടെ കാണാൻ സാധിക്കും? ഹാർട്ട്.
Right answer, absolutely right. This is mitral valve, one-way door between heart's left atrium and left ventricle. Plus 100 to team D. Before moving on to round 3, we have to check the scoreboard. Team A, 50 points. Team B, 100 points. Team C, that is 50 points. Team D, it's 200 points. കേരള ക്വിസിംഗ് സർക്യൂട്ടിലെ സ്ഥിര സാന്നിധ്യവും ലോകത്തിലെ ഏറ്റവും വലിയ ക്വിസ് ഫെസ്റ്റിവലായ റിവർബറേറ്റിലെ യങ്ങസ്റ്റ് ക്വിസ് മാസ്റ്റേഴ്സിൽ ഒരാളായ ദീപക് സുധാകർ ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ കേരള ചാപ്റ്റർ മെന്റർ കൂടിയാണ്. സോ നൗ ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം ക്വിസ് മാസ്റ്റർ ദീപക്. താങ്ക് യു ഫോർ ജോയിനിങ്. ആൻഡ് കുട്ടികളുടെ പെർഫോമൻസ് എന്ത് തോന്നി? എല്ലാവരും നല്ല മിടുക്കർ പിള്ളേരാണ്. നമ്മൾ ഈ റൗണ്ടിൽ അവരെ കുറച്ചുകൂടി ഒന്ന് എൻഗേജ് ചെയ്യിക്കാൻ പോവുകയാണ്. അപ്പോ സാറ് രണ്ടും കൽപ്പിച്ചാണ്. യെസ്, സോ വി ആർ മൂവിംഗ് ഓൺ ടു റൗണ്ട് 3, ദി ക്ലച്ച് ഫാക്ടർ. പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇൻ ദ മിഡിൽ ഓഫ് ഗ്രേറ്റ് ഡിഫിക്കൽട്ടീസ് ലൈസ് ഓപ്പർച്യൂണിറ്റീസ്. എത്ര ഡിഫിക്കൽട്ടായ സിറ്റുവേഷൻസ് ആണെങ്കിലും അതിൻ്റെ ഇടയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, പക്ഷേ ശരിയായി നോക്കുന്നവർക്ക് മാത്രം. ഈ ഒരു ക്വിസ് മത്സരത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഡിഫിക്കൽട്ടായ സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനെ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റി വിജയത്തിലേക്ക് കുതിക്കുക. വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ 4 ടീംസ്. വി ഗോ ടു ക്ലച്ച് ഫാക്ടർ റൗണ്ട് 3 ഓഫ് ക്വാർട്ടർ ഫൈനൽ 4. റൗണ്ട് 2 കളിച്ച പോലെ തന്നെയാണ് ഈ ഒരു റൗണ്ടും വരുന്നത്. ബസർ റൗണ്ട് ആണ്. ആൻഡ് ഈ ഒരു റൗണ്ടിന് ക്ലച്ച് ഫാക്ടർ എന്ന് പേരിടാനൊരു കാരണമുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ടൈം ടു സ്പീഡ് അപ്പ്. ഫുട്ബോളിലൊക്കെ അവസാനത്തെ മിനിറ്റുകളിൽ വന്ന് ഗോൾ അടിക്കുന്ന പ്ലേയേഴ്സിനെ നമ്മൾ ക്ലച്ച് പ്ലേയേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇറ്റ്സ് ബിക്കോസ് ദേ സ്റ്റെപ്പ് അപ്പ് അറ്റ് ദ റൈറ്റ് ടൈം. അവർ കറക്റ്റ് ടൈമിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് വന്നിട്ട് ദേ പ്ലേ ദ ഗെയിം. അതുപോലെ തന്നെ ഈ ഒരു റൗണ്ടിലും ഇറ്റ്സ് ടൈം ടു സ്റ്റെപ്പ് അപ്പ് ദ ഗെയിം. ഓക്കെ, ബസർ റൗണ്ട് ആണ്. റൗണ്ട് 2 പോലെ തന്നെയാണ്. ഒരു ഡിഫറൻസ് ഉള്ളത് സ്കോറിംഗ് പാറ്റേണിൽ വരുന്ന ഡിഫറൻസ് ആണ്. ഓരോ ശരിയുത്തരങ്ങൾക്കും 150 മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ തെറ്റിപ്പോയാൽ -100 ആണ്. ഓക്കെ, so it's a high risk high gain game. First question on the screen, here we go. ഉത്തരാഖണ്ഡിലെ അൽമോറ എന്ന പ്രദേശത്ത് ജനിച്ച ഒരു വ്യക്തിയെയാണ് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾ പറയേണ്ടത്. ആ വ്യക്തി 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വളരെ പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തം നടത്തുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് നിങ്ങൾ ആ 4 വരികളിൽ കാണുന്നത്. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാന വാക്കുകൾ നിങ്ങൾക്ക് ആ കവിതയിൽ കാണാൻ സാധിക്കും. ആൻഡ് ഈ കണ്ടുപിടുത്തത്തിന് യെസ് ഓൺ ദ ബസ് ടീം ഡി എറണാകുളം കിരണ നഗുൽ. യെസ്, എന്താണ് നിങ്ങളുടെ ഉത്തരം? റൊണാൾഡ് റോസ്. എന്തുകൊണ്ടാണ് നിങ്ങൾ റൊണാൾഡ് റോസ് പറഞ്ഞത്? ഫസ്റ്റ് മലേറിയ വാക്സിൻ, പിന്നെ വേർ ഇസ് ദ സ്റ്റിംഗ്. അതെന്താ സൂചിപ്പിക്കുന്നത്? വേർ ഇസ് ദ സ്റ്റിംഗ്? മൊസ്കിറ്റോ ബൈറ്റ്. സൂപ്പർ ആൻസർ ഫ്രം ടീം ഡി. ദാറ്റ് ഈസ് ദ ബ്രില്യന്റ് ആൻസർ. 150 points ടു ടീം ഡി. നമുക്കെല്ലാവർക്കും അറിയാം, ടാഗോറാണ് ആദ്യമായിട്ട് നൊബേൽ ലഭിച്ച ഇന്ത്യക്കാരൻ. പക്ഷേ ടാഗോറിന് മുമ്പ് ഇന്ത്യയിൽ ജനിച്ച ഒരു വ്യക്തിക്ക് നൊബേൽ കിട്ടിയിട്ടുണ്ട്. അത് റൊണാൾഡ് റോസ് ആണ്. മലേറിയ എന്നുള്ള രോഗം പകരുന്നത് മൊസ്കിറ്റോസിലൂടെയാണ് എന്നുള്ള കണ്ടുപിടുത്തത്തിന് 2ാമത്തെ നൊബേൽ പ്രൈസ് ലഭിച്ച ആളാണ് റൊണാൾഡ് റോസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹിയർ വി ഗോ. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ചട്ടമ്പി സ്വാമികളെയാണ്. ഒരിക്കൽ ചട്ടമ്പി സ്വാമികളെ ഒരു വ്യക്തി കേരളത്തിൽ വന്ന് സന്ദർശിക്കുകയുണ്ടായി. ആ സന്ദർശനത്തിന് ശേഷം ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞതിങ്ങനെ, അയ്യോ അതെന്തൊരു കണ്ഠം, തങ്കക്കുടം, ഒന്ന് വാ തുറന്നാലോ സർവ്വപ്രപഞ്ചവും അതിൽ ലയിച്ച്. യെസ്, ഓൺ ദ ബസ് ടീം ഡി അഗൈൻ എറണാകുളം. പറഞ്ഞോളൂ. സ്വാമി വിവേകാനന്ദ. സ്വാമി വിവേകാനന്ദനെ പറ്റിയിട്ടാണ് ചട്ടമ്പി സ്വാമികൾ ഇങ്ങനെ പറഞ്ഞതെന്നാണ് ടീം ഡി പറയുന്നത്. കണ്ണിന് 9 ഗുണങ്ങൾ ശാസ്ത്രീയമായിട്ടുണ്ടെന്നും അവ 9 തികഞ്ഞ കണ്ണുകൾ ഇദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും കണ്ടിട്ടില്ലെന്നും. സോ നിങ്ങൾ പറയുന്നത് വിവേകാനന്ദൻ ഹാസ് ഗോട്ട് ദി പെർഫെക്റ്റ് ഐസ്. യെസ്, വിവേകാനന്ദനെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത്. അഗൈൻ സൂപ്പർ ആൻസർ ഫ്രം ടീം ഡി. 150 points. സോ ഈ റൗണ്ടിലെ 3ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഗലി ലാബ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഡിസൈൻ ചെയ്ത സ്നീക്കർ ഷൂസ് ആണ്. ഈ സ്നീക്കർ ഷൂസിൽ നിങ്ങൾക്ക് ഒരു ചുവപ്പും പച്ചയും നിറഞ്ഞ ഡിസൈൻ കാണാം. ഇറ്റ്സ് എ കാന്ത എംബ്രോയിഡറി. ഈ കാന്ത എംബ്രോയിഡറി കേരള കൾച്ചറുമായി ചേർന്ന് നിൽക്കുന്ന എന്തോ ഒന്നിൽ നിന്നാണ് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ ഇമേജ് കെയർഫുള്ളി. ടീം എ കാലിക്കറ്റ് GHSS പെരിങ്ങോളം ഗോയിങ് ഫോർ ഇറ്റ്. ഹിരൺ സൂര്യദേവ്, പറഞ്ഞോളൂ എന്താണ് നിങ്ങളുടെ വള്ളംകളി? എന്തുകൊണ്ടാണ് വള്ളംകളി പറഞ്ഞത്? ഷേപ്പ്, എംബ്രോയിഡറിന്റെ ഷേപ്പ് കാണാൻ ചുണ്ടവള്ളങ്ങളുടെ മാതിരിയുണ്ട് പോലെയുണ്ട്. ഈസ് ദ റൈറ്റ് ആൻസർ. കേരളത്തിലെ വള്ളംകളിയുടെ ഷേപ്പിൽ നിന്നുമാണ് ഗള്ളി ലാബ്സ് ആ ഒരു സ്നീക്കേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വണ്ടർഫുള്ളി ക്രാക്ഡ് ബൈ ടീം എ. 150 points. സോ നമ്മൾ ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാണ്.
നിങ്ങൾക്ക് ചിത്രത്തിൽ കുറച്ച് സ്പോർട്സ് ടീമുകളെ കാണാം. ക്രിക്കറ്റിന് IPL-ഉം ഫുട്ബോളിന് ISL ഒക്കെ ഉള്ളതുപോലെ വേറൊരു ലീഗാണത്. ഇത് ഏത് കളി? യെസ്, ഓൺ ദ ബസർ അഗൈൻ ടീം D. ആം റെസ്ലിംഗ്. വൈ ആം റെസ്ലിംഗ്? മസിലൊക്കെ ഉണ്ട്. മസിലൊക്കെ ഉണ്ട്. അപ്പോൾ ആം റെസ്ലിംഗ് പിടിക്കാന്ന് വിചാരിച്ചു. സാധാ റെസ്ലിംഗ് അല്ല, കുസ്തിയല്ല. അല്ല, ആം റെസ്ലിംഗ്. വണ്ടർഫുള്ളി ക്രാക്ഡ് അഗൈൻ ഇറ്റ്സ് ആം റെസ്ലിംഗ്. ഈ ഒരു ലീഗിന്റെ പേരാണ് പ്രോ പഞ്ച ലീഗ്. അഗൈൻ 150 പോയിന്റ്സ് ടു ടീം D. So now check the marks. Scoreboard, please. Team A, 200 points. Team B, 100 points. Team C, it's 50 points. Team D, 650 marks ആണ് സ്കോർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ റൗണ്ട് 4ലേക്ക് നമ്മുടെ ക്വിസ് മാൻ സ്നേഹിത് സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. റൗണ്ട് 4ലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ദ പ്ലോട്ട് ട്വിസ്റ്റ്. നേരത്തെ പറഞ്ഞതുപോലെ 4 ചോദ്യങ്ങൾ 800 പോയിന്റുകൾ വരെ നേടാം. ഇപ്പോഴും ഈ ക്വിസിൽ ആർക്കും ജയിക്കാം. ഇതേ രീതിയിലാണ് ഈ റൗണ്ടുകൾ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. നിങ്ങളുടെ റിസ്ക് ഫാക്ടർ അനുസരിച്ച് എപ്പോൾ വേണേലും 4ഉം 6ഉം അടിക്കാം, സിംഗിൾസും ഡബിൾസും എടുത്ത് കളിക്കാം. ഗെറ്റ് റെഡി. നിങ്ങളുടെ സ്കോർ അനുസരിച്ച് റിസ്ക് അപ്പറ്റൈറ്റ് സെറ്റ് ചെയ്യാം. റൂൾസ് നിങ്ങൾക്ക് അറിയാം. ബസർ പ്രസ് ചെയ്ത് ബിഡ് ചെയ്യുന്ന ടീമുകളിൽ ഏറ്റവും കൂടുതൽ പോയിന്റിന് ബിഡ് ചെയ്യുന്ന ടീമിനാണ് ഉത്തരം പറയാനുള്ള അവസരം. ഒരു ടീമിനാണ്. നിങ്ങൾ ബസർ ചെയ്ത് ബിഡ് ചെയ്യാതെ ഉത്തരം പറഞ്ഞാൽ അത് -100 ആണ്. കാരണം അത് നിങ്ങൾ മറ്റ് 3 ടീമുകളുടെയും ചാൻസ് തട്ടിപ്പറക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതെല്ലാം ഓർത്തിട്ട് വേണം ബിഡ് ചെയ്യാൻ. ദി പ്ലോട്ട് ട്വിസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ചിത്രത്തിൽ കാണുന്നത് വൈറ്റ് ജിഞ്ചർ ലില്ലി എന്ന് വിളിക്കുന്ന ഒരു പൂവാണ്. ഹെഡീഷിയം കൊറോനേറിയം എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം. അതിന്റെ അർത്ഥം സ്വീറ്റ് സ്നോ എന്നാണ്. മറ്റ് പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. കൊറോനേറിയം എന്ന് പറയാൻ കാരണം ദിസ് ഈസ് യൂസ്ഡ് ഫോർ ഗാർലാൻഡ്സ്. മാലകൾ ഉപയോഗിക്കുന്നു, കോർണേറ്റിയ എന്ന് പറഞ്ഞാൽ. സോ എന്റെ ചോദ്യം ഇതാണ്. ഇത് നാഷണൽ ഫ്ലവർ ഓഫ് ക്യൂബയാണ്, ക്യൂബയുടെ ദേശീയ പുഷ്പമാണെങ്കിലും നമ്മൾ മലയാളികൾ ഈ പൂവിന്റെ പേര് അറിയുന്നത് കുഞ്ചൻ നമ്പ്യാരിലൂടെയാണ്. കുഞ്ചൻ നമ്പ്യാരിന്റെ ഒരു പ്രശസ്തമായ കൃതിയുടെ പേരിലാണ് അറിയുന്നത്. ബസർ ചെയ്തിരിക്കുന്നത് ടീം C ആണ്. എത്ര പോയിന്റിന്? 200 points. They are taking the risks. Yes. എന്താണ് ഈ പൂവിന്റെ പേര്? കല്യാണ സൗഗന്ധികം. കല്യാണ സൗഗന്ധികം. റൈറ്റ് ആൻസർ. വെൽ ഡൺ. 200 ടു ടീം C and you are very much in the game now. രണ്ടാമത്തെ ചോദ്യം. എനിക്ക് വേണ്ടത് റോമൻ കഥാപാത്രത്തിന്റെ പേരാണ്. ഈ കഥാപാത്രം ഉപയോഗിച്ചിരുന്ന പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. റോസ്, ഷെൽ, മിറർ, ഡൗ, മീട്ടിൽ ഒക്കെ. ഇതിനൊക്കെ പുറമെ ഡോൾഫിനും ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇതിനേക്കാളൊക്കെ ഉപരിയായി ഈ കഥാപാത്രം ഉപയോഗിച്ചിരുന്ന മിറർ, കണ്ണാടിയിൽ നിന്നാണ് അത്രേ വനിതകളെ സൂചിപ്പിക്കുന്ന എംബ്ലം വന്നത്. ഇതിന്റെ ഒറിജിൻ റോമൻ ക്യാരക്ടർ ആണെന്നാണ് പറയുന്നത്. ദേവന്മാരെയും ദേവതയെയും കുറിച്ച് ആലോചിച്ചാൽ തീർച്ചയായും ലേഡീസ് അല്ലെങ്കിൽ വുമൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നത് ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ എളുപ്പമുള്ള ചോദ്യമാണിത്. കാരണം എപ്പോഴും പറയാറുണ്ട്. യെസ്, ടീം B ബസർ ചെയ്യുന്നു. ഗോവർദ്ധൻ ആൻഡ് ദേവിക എത്ര പോയിന്റിന്? 150. അവർ ഇപ്പോഴും 50 പോയിന്റ് ബാക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് 3 ടീമുകൾക്കുമായി 200 പോയിന്റിനെ ബസർ ചെയ്യാൻ വേണ്ടി. എനിവൺ ഗോയിങ് ഫോർ ഇറ്റ്? റോമൻ ദേവത. ലോക്കിംഗ് ഇറ്റ്. ടീം B, യു ആർ ദ ഹയസ്റ്റ് ബിഡർ. 150 പോയിന്റ്. വനിതകളെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഏത് റോമൻ ദേവതയുടെ കണ്ണാടിയിൽ നിന്നും ഉത്ഭവിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്? ടീം B. വീനസ്. Men are from Mars, women are from Venus. Right answer. Well done. വീനസ് ദേവതയുടെ കയ്യിലുള്ള കണ്ണാടിയിൽ നിന്നാണ് ഈ ചിഹ്നം ഡിറൈവ് ചെയ്തത്. 150 പോയിന്റുകൾ നേടി ടീം B വീണ്ടും മുന്നോട്ട് വന്നിരിക്കുകയാണ്. ടൈറ്റ് കോമ്പറ്റീഷൻ. 2018 ഇഗ് നോബൽ പ്രൈസ് ലഭിച്ച മിഷിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോളേജ് ഓഫ് ഓസ്റ്റിയോപ്പത്തിക് മെഡിസിനെ കുറിച്ചാണ് ഈ ചോദ്യം. നിങ്ങൾക്കറിയാം ഇഗ് നോബൽ പ്രൈസ് എന്തിനാണ് നൽകുന്നത് എന്ന്. മനുഷ്യന്മാരെ ആദ്യം ചിരിപ്പിക്കുന്ന പിന്നെ ചിന്തിപ്പിക്കുന്ന കണ്ടെത്തൽ, ഇതാണ് ഇഗ് നോബൽ പ്രൈസ്. ഈ ഇഗ് നോബൽ പ്രൈസ് കിട്ടാൻ ഇടയായ കണ്ടുപിടുത്തം ഇതായിരുന്നു. റോളർ കോസ്റ്റർ റൈഡ്. പ്രത്യേകിച്ച് വളരെ സ്പീഡിൽ പോകുന്ന റോളർ കോസ്റ്റർ റൈഡിൽ പോയാൽ മനുഷ്യ ശരീരത്തിലെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും എന്നാണ് ഇവർ കണ്ടുപിടിച്ചത്. ഏത് പ്രശ്നത്തിന് പരിഹാരമായി റോളർ കോസ്റ്റർ റൈഡ് റെക്കമെൻഡ് ചെയ്യാം എന്ന് കണ്ടെത്തിയതിനാണ് ഇവർക്ക് ഇഗ് നോബൽ പ്രൈസ് കിട്ടിയത് എന്നാണ് എന്റെ ചോദ്യം. ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളയാൻ യെസ്, ടീം B വീണ്ടും ബസർ ചെയ്യുന്നു. എത്ര പോയിന്റുകൾക്കായി? 150. അവർക്ക് 150 എന്ന സംഖ്യയോട് ഒരു അഫിനിറ്റി ഉണ്ട്. പക്ഷേ കോഴിക്കോട് ടീം ബസർ പ്രസ് ചെയ്തിരിക്കുന്നു. ഹിരൺ ആൻഡ് സൂര്യദേവ്. എന്ത് പുറത്തേക്ക് കളയാൻ? ടീം A എത്ര പോയിന്റുകൾക്ക്?
200. 200. തീർച്ചയായും നിങ്ങൾക്ക് 200 പോയിന്റിന് മാത്രമേ അവിടെ അവസരം ലഭിക്കുകയുള്ളൂ. സോ നല്ലൊരു കൈയടി കൊടുക്കാം ടീം എക്ക്. അവർ റിസ്ക് എടുത്തിരിക്കുകയാണ്. ഛർദി. ദാറ്റ് വാസ് നോട്ട് ദ റൈറ്റ് ആൻസർ. ഇനിയും നിങ്ങൾക്ക് ബസർ പ്രസ് ചെയ്യാവുന്നതാണ്. ഞാനൊരു ക്ലൂ തരാം. യെസ്, ടീം ബി പ്രസ് ചെയ്തിരിക്കും. എത്ര പോയിന്റുകൾക്ക്? സർ 200 പോയിന്റ്സ്. 200 പോയിന്റ്സ്. ഇനി മറ്റാർക്കും അവസരം കൊടുക്കുന്നില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് 200 പോയിന്റുകൾക്കായി പ്രസ് ചെയ്തിരിക്കുന്നു കാത്തലിക്കേറ്റ് സ്കൂളിലെ ഗോവർദ്ധനും ദേവികയും. എന്താണ് നിങ്ങളുടെ ഉത്തരം? കിഡ്നി സ്റ്റോൺ. കിഡ്നി സ്റ്റോണോ? റോളർ കോസ്റ്റർ റൈഡ് ചെയ്താൽ കിഡ്നി സ്റ്റോൺ പുറത്തേക്ക് പോകുമെന്ന കണ്ടുപിടുത്തത്തിന് ഇഗ് നോബൽ പ്രൈസോ? വാട്ട് ആൻ ഇമാജിനേഷൻ. Absolutely right. Perfect answer. That is the right answer. റോളർ കോസ്റ്റർ റൈഡ്, അതിവേഗത്തിലുള്ള റോളർ കോസ്റ്റർ റൈഡ് ചെയ്താൽ കിഡ്നി സ്റ്റോൺ പുറത്തേക്ക് കളയാമെന്ന് തെളിയിച്ചതിനാണ് ഇവർക്ക് ഇഗ് നോബൽ പ്രൈസ് നൽകിയത്. ടീം ബി ഗെറ്റിംഗ് 200 പോയിന്റ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 16. ഒരുപാട് തവണ നിങ്ങൾ കേട്ട് കാണും ഇത്. 1909 ജൂലൈ 2 ഒക്കിൽ ചന്ദ്രസെൻ എന്ന് പറഞ്ഞ വ്യക്തി എഴുതിയ ഒരു കത്താണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. ആ കത്ത് ഇങ്ങനെ വായിക്കാം: ഐ ആം അറൈവ് ബൈ പാസഞ്ചർ ട്രെയിൻ അഹമ്മദ്പൂർ സ്റ്റേഷൻ ആൻഡ് മൈ ബെല്ലി ഈസ് ടു മച്ച് സ്വെല്ലിംഗ് വിത്ത് ജാക്ക് ഫ്രൂട്ട്. ഐ ആം therefore went to privy. Just I doing the nuisance that God making whistle blow for train to go off, and I am running with lota in one hand and dhoti in the next. When I am fall over and expose all my shocking to man and female woman on platform. ഈ കത്ത് ഇന്ന് റെയിൽ മ്യൂസിയത്തിൽ അവർ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അതിന് കാരണം ഈ കത്താണത്രേ ഇന്ത്യൻ റെയിൽവേയിൽ ഇത് ആരംഭിക്കുന്നതിന് കാരണമായ കത്ത്. ഈ കത്ത് വന്നതിനെ തുടർന്നാണ് ഇന്ത്യൻ റെയിൽവേ ഇത് കൊണ്ടുവന്നത് എന്നാണ് കഥ. എന്താണ് ആ ഇത് എന്നാണ് ചോദ്യം. Yes, on the buzzer again Govardhanan and Devika. എത്ര പോയിന്റുകൾക്ക്? നിങ്ങളുടെ സ്കോർ നിങ്ങൾക്ക് അറിയാം. 50 പോയിന്റ്സ്. 50 പോയിന്റ്സിന് 50 പോയിന്റുകൾക്ക് അവസാനത്തെ അവസരം. യെസ്, നൗ വി ഹാവ് ഗൗതം ഹരി ആൻഡ് അനിരുദ്ധ്, സെന്റ് ജോൺസ് അഞ്ചൽ. എത്ര പോയിന്റുകൾക്ക്? 200 പോയിന്റ്സ്. നല്ലൊരു കൈയടി കൊടുക്കാം. ബിക്കോസ് ദാറ്റ് ഈസ് ഡു ഓർ ഡൈ ഫോർ ദം. ടീം സി. ക്ലോക്ക് റൂം. ക്ലോക്ക് റൂം എന്നാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ക്ലോക്ക് റൂം ശരിയായ ഉത്തരമല്ല. ദാറ്റ് ഈസ് എ -200. Now it's still open to all 4 teams. ഇന്ത്യൻ റെയിൽവേയിൽ എത്രയും കാലം ആ ഫെസിലിറ്റി ഇല്ലായിരുന്നു. ഏത് ഫെസിലിറ്റി? യെസ്, ഓൺ ദി ബസർ ടീം സി അഗെയിൻ, ദ കൊല്ലം ടീം. എത്ര പോയിന്റുകൾക്ക്? 200. 200 പോയിന്റുകൾക്ക് അവർ വീണ്ടും മത്സരിക്കുന്നു. ഇനി അതിന് അവസരമില്ല. അവർ 200 പറഞ്ഞു കഴിഞ്ഞു. 200 പോയിന്റ്സ്. പറയൂ. എമർജൻസി ചെയിൻ. എമർജൻസി ചെയിൻ നല്ല ഉത്തരമായിരുന്നു, പക്ഷേ വീണ്ടും തെറ്റുത്തരമാണ്. എമർജൻസി ചെയിൻ അല്ല. ടീം എ ഇത്തവണ ബസറിലേക്ക് പോകുന്നു. എത്ര പോയിന്റുകൾക്കായി ബസർ അമർത്തുന്നു? 200 points. 200 പോയിന്റ്സ്. യെസ്, 200 പോയിന്റുകൾക്കായി ടീം എ ശ്രമിക്കുന്നു. ഒക്കിൽ ചന്ദ്രസെന്നിന്റെ ഈ കത്തിനെ തുടർന്ന് ഇന്ത്യൻ റെയിൽവേയിൽ എന്താണ് ആരംഭിച്ചത്? ടോയ്ലറ്റോ? ട്രെയിനിലെ ടോയ്ലറ്റുകളോ? ഈസ് ദ റൈറ്റ് ആൻസർ. അബ്സല്യൂട്ട്ലി റൈറ്റ്. വെൽ ഡൺ. 200 പോയിന്റ്സ്. അങ്ങനെ 16 ചോദ്യങ്ങൾ പിന്നിടുമ്പോൾ ഈ ക്വാർട്ടർ ഫൈനലിൽ നിന്നും സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യുന്ന ആ 2 ടീമുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. സോ ഇതിന്റെ ഫൈനൽ റിസൾട്ട്സ്, നിങ്ങളുടെ എല്ലാവരുടെ എഫേർട്ടിന്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. സോ മൂവിംഗ് ഓൺ ടു സ്കോർ ബോർഡ്, ഇറ്റ്സ് ടീം എ 200 പോയിന്റ്സ്, ടീം ബി ഇറ്റ്സ് 450 points, team C it's -150, team D it's 650 points, team D Bavansgiri Nagar and team B Catholicate HSS ഇവർ രണ്ടുപേർക്ക് സെമി ഫൈനൽസിലേക്ക് പോവാ. So I would like to invite Gopika Janaki, IQA Ernakulam District Coordinator. ദീപക് സാറിനെയും ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഗോപിക മാമിന് മൊമെന്റോ പ്രസന്റ് ചെയ്യുന്നതിനായി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് അജയൻ കെ നായർ, ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ്, അമൃത ടീം. ഇതിൽ ആ ലാസ്റ്റ് റൗണ്ട് വരെ നമുക്ക് രണ്ടാമതായിട്ട് ആര് സെമി ഫൈനലിലോട്ട് വരും എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയും തരാത്ത രീതിയിൽ അതിമനോഹരമായിട്ടൊരു മത്സരമാണ് ഇവർ കാഴ്ചവെച്ചത്. അതുപോലെ അറിവുകൾക്ക് ഒരുപാട് സോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ആ അറിവിനെ എങ്ങനെ ഏത് സ്ഥലത്ത് ഉപയോഗിക്കണം, ചില സ്ഥലത്ത് ഉത്തരം പറയാതിരിക്കുമ്പോഴാണ് പോയിന്റ് കിട്ടുന്നത്. ചില സ്ഥലത്ത് ആ അറിവ് എന്ത് ചെയ്യണ്ട, ഉപയോഗിക്കണ്ട. അങ്ങനെ അറിവിനെ എങ്ങനെ ഏത് രീതിയിൽ എവിടെ ഉപയോഗിക്കണം എന്നുകൂടി നമ്മളെ ജീവിതത്തിൽ പഠിക്കുകയാണ് ഈ ഗെയിമിലൂടെ. അതുതന്നെയാണ് IQAയുടെ ഡിസ്ട്രിക്ട് ചാപ്റ്റേഴ്സ് തുടങ്ങിയപ്പം ഞങ്ങളും ആഗ്രഹിച്ചത്. I would like to invite
Team C, St. John's School, Anjal, Kollam. And we have one more team. It's Team A, GHSS Peringalam, Kozhikode. സെമി ഫൈനലിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്ന ആ രണ്ട് ടീമുകളെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഫസ്റ്റ് ഇറ്റ് ഈസ് കാത്തലിക് എയ്റ്റ് HSS ഫ്രം പത്തനംതിട്ട. ടീം ഡി ഭവൻസ് ഗിരിനഗർ ഫ്രം എറണാകുളം. യെസ്, സോ IQA സ്റ്റേറ്റ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് സീസൺ 2-ന്റെ അതിഗംഭീരമായ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ ഞാനും നമ്മുടെ ക്വിസ് മാസ്റ്റർ സ്നേഹിത് സാറും ഇതേപോലെ കുറെ ചുണക്കുട്ടികളുമായിട്ട് സ്പെഷ്യൽ ഗസ്റ്റുകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ജൂലിയറ്റ് സൈനിങ് ഓഫ്. പാസിംഗ് ടു ടീം ബി, പാസിംഗ് ടു ടീം സി. ബി സി നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ള അവസരമില്ല. ടീം ഡി, ആ വേർഡ് പറയൂ. അതിനെന്താണ് പറയുന്നത്? ആ വേർഡ് പറയൂ. ഒളിമ്പിക്സ്, മേക്ക് ഇൻ ഇന്ത്യ. 2000. വാവ്, എന്നെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ സമ്മതിക്കുന്നില്ല. കുട്ടിക്കിടുന്ന പേരാണ് തോന്നുന്നു. ഉറപ്പില്ല.